ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് വീഡിയോ ആയിട്ടാണ്. ഹബ് ടെസ്റ്റ് നെറ്റ്. ഹബ് എന്ന് പറയുന്നത് ഒരു AI ഏജൻറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മൾ എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ റിവാർഡ്സ് നമുക്ക് കിട്ടുക. സിമിലർ ആസ് കൈറ്റോയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഓൾറെഡി അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം തന്നെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വോയിസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താണ് കൈറ്റോ, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈറ്റോയുടെ കേസിൽ നമുക്ക് സ്മാർട്ട് ഫോളോവേഴ്സ് ആണ് ആവശ്യം. സ്മാർട്ട് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ട്വീറ്റ്സ് കണ്ടിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന CT അക്കൗണ്ട്സ് അഥവാ ക്രിപ്റ്റോ ട്വിറ്റർ അക്കൗണ്ട്സ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫോളോവേഴ്സ് ആണ് നമ്മുടെ സ്മാർട്ട് ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. അവിടെ സ്മാർട്ട് ഫോളോവേഴ്സ് ആണ് ആവശ്യമെങ്കിൽ ഇവിടെ ഹബിന്റെ കേസിൽ നമുക്ക് IQ പോയിന്റ്സ് ആണ് ആവശ്യം. അവരുടെ ട്വീറ്റ്സിന് നമ്മൾ കൊടുക്കുന്ന സെൻസിബിൾ ആയിട്ടുള്ള കമന്റ്സിന് കിട്ടുന്ന പോയിന്റ്സ് ആണ് IQ പോയിന്റ്സ്. ഞാൻ സെൻസിബിൾ ആയിട്ടുള്ള കമന്റ്സ് എന്ന് എടുത്തു പറയാനുള്ള കാരണം, വെറുതെ നമ്മളൊരു കമൻറ്റ് ഇട്ടാൽ പോരാ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നൈസ് പ്രോജക്റ്റ്, ഐ എം ഇൻട്രസ്റ്റഡ്, ഇങ്ങനെയുള്ള വെറുതെ ഉള്ള കമൻസുകളൊന്നും അവർക്ക് ആവശ്യമില്ല. അവരുടെ ട്വീറ്റിന് പറ്റിയ തരത്തിലുള്ള കൃത്യമായിട്ടൊരു ആൻസർ കൊടുക്കുന്ന രീതിയിലുള്ള സെൻസിബിൾ ആയിട്ടുള്ള കമൻസിന് മാത്രം കിട്ടുന്ന പോയിന്റ്സ് ആണ് IQ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു IQ പോയിന്റ്സ് ആണ് ഭാവിയിൽ അവരുടെ പ്രൊജക്റ്റിൻ്റെ ടോക്കണായിട്ട് അവർ നമുക്ക് കൺവേർട്ട് ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണ്ടവരൊന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ ഈ എയർ ഡ്രോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള നെറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. സോ നിങ്ങൾ മാക്സിമം വൈഫൈ ഒക്കെ യൂസ് ചെയ്ത് തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊന്ന് ലോഡായി വരാൻ ഇച്ചിരി ടൈം എടുക്കും, ആ ഒരു ടൈം നിങ്ങൾ കൊടുക്കുക. ദെൻ ഇവിടെ സൈൻ ഇൻ വിത്ത് X എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ ട്വിറ്റർ വേണം ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ട്വിറ്റർ നിങ്ങളിവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്വിറ്റർ കണക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇവിടെ കുറച്ച് സോഷ്യൽ ടാസ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് അവർ തന്നെ കാണിക്കും. അപ്പോൾ നിങ്ങളത് ഓരോന്നോരോന്ന് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിവിടെ ഫോളോ ഓൺ X എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അക്കൗണ്ട് നിങ്ങൾ ട്വിറ്ററിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഫോളോ ഓൺ X കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്ത സോഷ്യൽ ടാസ്ക് അവർ കാണിക്കും, ഡിസ്കോഡിൽ കണക്ട് ചെയ്യുക എന്നുള്ളത്. ജോയിൻ ഡിസ്കോഡ് എന്നുള്ള ഓപ്ഷൻ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ ഡിസ്കോഡിലും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സോഷ്യൽ ടാസ്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആവും. പിന്നെ ഇനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന അവരുടെ ട്വീറ്റ്സ് ആണ്. ഈ ട്വീറ്റ്സുകൾക്കെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ട്വീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, കന്യ വെസ്റ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ റാപ്പറാണ് ആൻഡ് ഒരു റെക്കോർഡ് പ്രൊഡ്യൂസറും കൂടെയാണ്. അപ്പോൾ പുള്ളിയാണെങ്കിൽ $YZY എന്നൊരു ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പം അതിന്റെ ഇൻസൈഡ് ലീക്കേഴ്സ് പറയുന്നത് സപ്ലൈയുടെ 70% ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കന്യ വെസ്റ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? മറ്റ് സെലിബ്രിറ്റി കോയിൻസ് പോലെ ബ്ലഡ് ബാത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് അഡ്വൈസാണ് കന്യയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ആൻസർ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന റിപ്ലൈ ഇതാണ്: മൾട്ടി ഇയർ വെസ്റ്റിംഗ് കോൺട്രാക്റ്റിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ലോക്ക് ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടൊരു ക്ലിയർ ഗൈഡൻസും കൂടെ കൊടുക്കണം എന്ന രീതിയിലാണ് ഞാനൊരു അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കാര്യം, യുണീക്കായിരിക്കണം, എവിടുന്നും കോപ്പി ചെയ്തിട്ട് കൊണ്ട് കൊടുക്കരുത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് AI പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്ത് കോപ്പി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊന്നും തന്നെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ആൻസേഴ്സ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അവർ നിങ്ങളെ ബോട്ടാന്ന് വിചാരിച്ച് എടുത്ത് ബോട്ടാന്ന് വിചാരിച്ച് ബാൻ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഒന്നും വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ രണ്ടാമത്തെ ട്വീറ്റിനും കൂടെ നമുക്കൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ട്വീറ്റ് എന്താണെന്ന് നോക്കിയേ, നമ്മുടെ FTX ഒഫീഷ്യൽ സാഗ പറയുന്നത് അവർക്ക് 1.2 ബില്യൺ റീഫണ്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 16 ബില്യൺ കൂടുതൽ ഇൻകമിങ്ങും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രഷ് ലിക്വിഡിറ്റി തിരിച്ച് ഗ്രീൻ ക്യാൻഡിൽ കൊണ്ടുവരുമോ അതോ താഴേക്ക് പോയിട്ട് ഒരു മാസീവ് സെൽ ഓഫ് അഥവാ റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനും നിങ്ങളുടേതായ രീതിയിൽ ഒരു സെൻസിബിൾ ആയിട്ടുള്ളൊരു കമൻറ്റ് കൊടുക്കുക. അപ്പോൾ എൻ്റെ കമൻറ്റ് ഇതായിരുന്നു: 1.2 ബില്യൺ റീഫണ്ടും 16 ബില്യൺ ഇൻകമിങ്ങും ഉണ്ടായാൽ വീണ്ടും
നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ റാലിക്ക് അതൊരു ആക്കം കൂട്ടിയേക്കാം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ തിരിച്ചും സംഭവിക്കാം. ക്രെഡിറ്റേഴ്സ് ക്യാഷ് ഔട്ട് ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ച് സെൽ ഓഫും നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഞാൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റിപ്ലൈ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ട്വീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ ഇത് റീഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാ എനിക്കിവിടെ 240 പോയിൻറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ കമൻസിനനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ലീഡർ ബോർഡ് കാണാം. അതേപോലെ തന്നെ നിങ്ങൾ ഏത് റാങ്കിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് അല്ല, ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു ട്രയൽ അക്കൗണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, റാങ്ക് അങ്ങോട്ട് കാണിക്കുന്നില്ല. സോ ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്ത് വെച്ച് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ റാങ്ക് കണ്ടോ, ഈ ഒരു റാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്. 4202 ആണ് എൻ്റെ റാങ്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലീഡർ ബോർഡിൽ റാങ്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ താഴേക്ക് വരുമ്പോഴത്തേക്ക് റിവാർഡ്സ് നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ തന്നെ. ഈ റിവാർഡ്സ് എടുക്കുമ്പോൾ നമ്മുടെ ലെവൽ അപ്പാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിലവിൽ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൽ ഞാൻ 3ാമത്തെ ലെവലാണ്. നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഡെമോ അക്കൗണ്ടിൽ ഞാൻ 2ാമത്തെ ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവല് നമ്മുടെ കമൻസിനനുസരിച്ച്, സെൻസിബിൾ കമൻസിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന IQ പോയിന്റ്സിനനുസരിച്ചിട്ടാണ് ലെവൽ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെവലിലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഹബിൻ്റെ ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അവരുടെ ആ ഫേസിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് ആ ഒരു ലെവൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കുറേ ലെവൽസ് ഉണ്ട്. ഈ ലെവലെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. എനിക്കൊന്ന് 10-15 ലെവലോളം ഉണ്ട്. അതാണ്ട്. അപ്പോൾ ഇത്രയും ലെവൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഇത്രയും ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഈ IQ പോയിന്റ്സ് ആണ് ഭാവിയിൽ അവരുടെ ടോക്കണായിട്ടൊക്കെ നമുക്ക് കൺവേർട്ടായിട്ട് കിട്ടുക. ഓക്കെ, സോ എളുപ്പമാണ്, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. എവിടെയും ചെന്ന് കോപ്പി ചെയ്തെടുത്തോണ്ട് വരരുത്. നിങ്ങളുടെ കമൻസ് എല്ലാം തന്നെ യുണീക്ക് ആയിരിക്കണം. അഥവാ നിങ്ങൾ എവിടെന്നെങ്കിലും കോപ്പി ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടേതായ ഒരു കയ്യെപ്പോലും നിങ്ങൾ വരുത്തിയിരിക്കണം. ഏത് നമ്മുടെ സ്കൂളിലൊക്കെ ചെയ്യില്ലേ, അതേ പരിപാടി. അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിലുള്ള കമൻസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു കമൻറ്റ് സെക്ഷനിലേക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ട്വീറ്റ്സിൻ്റെ സൈഡിൽ താഴേക്ക് വരുമ്പോഴത്തേക്കും മോർ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നിങ്ങൾ റിപ്ലൈ ചെയ്തതും റിപ്ലൈ ചെയ്യാത്തതായിട്ടുള്ള കമൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ റിപ്ലൈ ചെയ്യാത്ത കമൻസിനൊക്കെ തന്നെ നിങ്ങൾ കമൻസ് കൊടുക്കുക. നല്ല നല്ല കമൻസ് കൊടുക്കുക. ഒരു സെൻറ്റൻസ്, ഒരു വേർഡിലോ 2 വേർഡിലോ ഒന്നും കമൻസ് കൊടുക്കാതെ ഡീറ്റെയിൽഡായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു കമൻസ് കൊടുക്കുക. ഇപ്പോൾ ചിലതിനകത്ത് അവർ ചോദിക്കും, ഇപ്പോൾ ഈ ഒരു കോയിൻ ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ, നിങ്ങളുടെ നിഗമനം എന്താണെന്ന് ചോദിച്ചാൽ ബുള്ളിഷ് ആണ് അല്ലെ ബിയറിഷ് ആണെന്ന് ഒറ്റ വാക്കിൽ കൊടുക്കാതെ ബുള്ളിഷ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ, സോളിഡ് റീസണും കൂടെ നിങ്ങൾ അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാക്സിമം എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് കമൻസ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് കമൻറ്റ് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് കാണാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ല് എടുക്കുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് റിവാർഡ്സ് ക്ലെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ കാണിക്കും. അപ്പോൾ ഇതിലൂടെയും നിങ്ങൾക്ക് റിവാർഡ്സ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓരോ ലെവൽ അപ്പ് ആകുമ്പോഴും നിങ്ങളുടെ റിവാർഡ്സ് ക്ലെയിമിങ് അവിടെ വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലെയിം ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് ഒരു നല്ല പ്രോജക്റ്റാണ്, എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റും കൂടെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ. ബൈ ഗൈസ്.